നമസ്കാരം. ദേശീയഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ പോലീസ് പിടിക്കുന്ന അവസ്ഥയിലെത്തി ഇവിടുത്തെ കാര്യങ്ങൾ. ദേശസ്നേഹമുള്ളവർ ആരും ജനഗണമന കേൾക്കുമ്പോൾ അറ്റൻഷനായി നിൽക്കുമെന്നിരിക്കെ ഈ അടിച്ചേൽപ്പിക്കുന്ന നിയമത്തിലൂടെയുള്ള രാജ്യസ്നേഹം നമ്മുടെ രാജ്യത്ത് എന്ന് വരുമെന്നതാണ് ചോദ്യം. സിനിമാ തിയേറ്ററുകളിൽ ചലച്ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് ദേശീയഗാനം കേൾപ്പിക്കണമെന്നിരിക്കെ നമ്മുടെ രാജ്യത്തെ വലിയൊരു വിഭാഗം ആളുകൾ സിനിമയുടെ പ്രേമികളാണെന്നും ഇരിക്കെ ഇന്ത്യ അടുത്ത് തന്നെ ഒരു പൂർണ്ണ രാജ്യസ്നേഹികളുടെ നാടായി മാറുമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ കലാപരിപാടികളുടെ തല്ലിക്കെട്ടുകൾ നോക്കാം. പുതിയ ജോലി കിട്ടിയ ബിന്ദു കൃഷ്ണ ഹാപ്പിയായി കൊല്ലത്ത് പണി തുടങ്ങി. തിരുവാതിര കളിക്കില്ലെന്നും പൊങ്കാല തുടരുമെന്നും ബിന്ദു മാഡം. DCC അധ്യക്ഷന്മാരെ നിയമിക്കുന്ന സംബന്ധിച്ചുള്ള പ്രോസസ്സിൽ ശരിക്കും ഒരു ജനാധിപത്യ ശൈലി വളരെയേറെ അവലംബിച്ചിരുന്നു. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരാധകരുടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും DCC പ്രസിഡന്റ് സമയം കണ്ടെത്തി. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. ആനവണ്ടിയെ രക്ഷിക്കാൻ ശശീന്ദ്രൻ മന്ത്രിയുടെ നെട്ടോട്ടം. അഞ്ചിന്റെ പൈസ തരില്ലെന്ന് മണിമന്ത്രി ഐസക്. ഇത്രയും പെട്ടെന്ന് KSRTC ലാഭവും നഷ്ടവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയ തീരും, ഒരു പാക്കേജ് തയ്യാറാക്കിയ തീരും. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. റോഡർ വിട്ട് JCBയിൽ പരിശീലനം തുടങ്ങി കവി മന്ത്രി. അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കെല്ലാം ഒരുപോലെയുള്ള പഠിക്കുന്ന വിഷയം വ്യത്യാസമാണെന്നേ ഉള്ളൂ, കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളും വ്യത്യാസമാണെന്നേ. ഇതിൻ്റെ എല്ലാം ഒരു രീതി ഒന്ന് തന്നെയാണ്. നേരെ പിടിക്കും. ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. ഭോപ്പാൽ ദുരന്തത്തിന്റെ പുക കേരള തീരത്ത് പടരുന്നു. മധ്യപ്രദേശിലെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുക. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ. പിണറായിക്ക് പിന്തുണയുമായി ഉമ്മച്ചന് പിന്നാലെ ചെന്നിത്തല സ്വാമിയും. അപ്പൊ അതൊന്നും ഒരു ശരിയായ നടപടിയായി അതിനെയൊക്കെ ന്യായീകരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് അദ്ദേഹം വരണം. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ, താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. പുതിയ DCC പ്രസിഡന്റുമാർ വന്നതോടെ കേരളത്തിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീരുമെന്നാണ് തോന്നുന്നത്. കൊച്ചച്ഛന്മാരും മുത്തച്ഛന്മാരും ഒക്കെ പോയതോടെ വന്ന യുവരക്തങ്ങൾ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തവണത്തെ DCC പ്രസവത്തിലെ ഏക പെൺതരിയായ ബിന്ദു കൃഷ്ണയുടെ കാര്യം തന്നെ നോക്കുക. തിരുവാതിര കളിച്ചും പൊങ്കാലയിട്ടും നാട്ടിലെല്ലാം വ്യത്യസ്ത സമരങ്ങൾ നടത്തിയാണ് മാഡം ഒരു പദവിയിലേക്ക് എത്തിയത്. അതും കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് പറയുന്ന ജില്ലയിൽ. എല്ലാവരോടും വളരെ ബഹുമാനം കാണിക്കുന്ന ഈ പഴയ KSUക്കാരി തുടക്കം തന്നെ ഗംഭീരമാക്കുകയാണ്. ഈ കേരള മഹാരാജ്യത്ത് ആദ്യമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ സരസ്വതി കുഞ്ഞികൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങിച്ചാണ് ബിന്ദു തുടങ്ങുന്നത്. ഹലോ മിസ് യമുന, ഹാർട്ടി വെൽക്കം ടു അവർ ഹോം. താങ്ക് യു സോ മച്ച്. എന്നാത്മാവിൽ വിരിയും വർണ്ണ പുഷ്പമോ ആതിര കുളിരൊളി എന്നല്ലോ ബിന്ദു എന്നാത്മാവിൽ വിരിയും വർണ്ണ പുഷ്പമോ ആതിര കുളിരൊളി എന്നല്ലോ. ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ബിന്ദു മാഡം, വളരെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണല്ലോ DCC പ്രസിഡന്റുമാർ അവതരിച്ചിരിക്കുന്നത്. ഈ പ്രോസസ്സിനെ എങ്ങനെ കാണുന്നു? എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഈ DCC അധ്യക്ഷന്മാരെ നിയമിക്കുന്ന സംബന്ധിച്ചുള്ള പ്രോസസ്സിൽ ശരിക്കും ഒരു ജനാധിപത്യ ശൈലി വളരെയേറെ
അവലംബിച്ചിരുന്നു. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സെപ്റ്റംബർ 23 രാഷ്ട്രീയകാര്യ സമിതി കൂടി DCC അധ്യക്ഷന്മാരെ 14 പേരെയും മാറ്റി നിയമിക്കും എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതിന് ശേഷം രാഷ്ട്രീയകാര്യ സമിതിയിലെ മുഴുവൻ അംഗങ്ങളുമായി ചർച്ച നടത്തി. കേരളത്തിലെ മുഴുവൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി. പോഷക സംഘടനകൾ അടക്കമുള്ള വിവിധ സംഘടനകളുമായിട്ട് ചർച്ച നടത്തി. പലതവണ ചർച്ച നടത്തിയതിന് ശേഷം ഏറ്റവും അവസാനം ഡൽഹിയിലെ MP-മാരടക്കമുള്ള ആദരണീയനായ AK ആന്റണി സാർ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ട് ചർച്ചയൊക്കെ നടത്തി. ഒരുവിധം എന്തായാലും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റത്തില്ല. കാരണം 14 സ്ഥാനമേ ഉള്ളൂ. അതിലേക്ക് യോഗ്യരായ ഒരുപാട് ആളുകൾ ഉള്ളതാണ്. അപ്പോൾ 14 പേർക്ക് മാത്രം അംഗീകാരം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒഴിച്ചു നിർത്തിയാൽ പരമാവധി എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഈ 14 പേരെയും പാർട്ടിക്ക് നിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രോസസ്സിൽ ശരിക്കും ഒരു ജനാധിപത്യ ശൈലി വളരെയേറെ അവലംബിച്ചിരുന്നു. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവിധി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയത് എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? അതെ, തൃപ്തി കൊണ്ട് വീർപ്പ് മുട്ടിയ ഒരു പാവം മുടി വെട്ടാതെ ഉറക്കം വരാതെ തെക്ക് വടക്ക് നടക്കുന്നുണ്ടേ. അതൊക്കെ പോട്ടെ, ഈ ഒരു ഗംഭീര പ്രൊസസ്സോടെ കേരളത്തിലെ ഗ്രൂപ്പ് ഇല്ലാതായോ? കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ പേരിലോ മറ്റേതെങ്കിലും ആശയ ഭിന്നതയുടെ പേരിലോ പാർട്ടി നേതൃത്വവും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘടന നടക്കുന്ന ഒരു സമയമല്ല, ആശയ സംഘടന നടക്കുന്ന ഒരു സമയമല്ല. ഇവിടെ ഗ്രൂപ്പുകളൊക്കെ നിലവിലുണ്ടായിരുന്നു, നിലവിൽ ഇപ്പോഴും ഉണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പരമാവധി ഒരുമിച്ച് നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരു ഭാഗത്ത് CPM-ന്റെ അക്രമ രാഷ്ട്രീയം, സ്വജനപക്ഷപാതം, ഗവൺമെന്റിന്റെ നിഷ്ക്രിയത, മറുഭാഗത്ത് BJP-യുടെ മതതീവ്ര നിലപാടുകൾ, ജനങ്ങളുടെ നിത്യജീവിതത്തെ ദുരിതത്തിൽ ആഴ്ത്തി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, നോട്ട് നിരോധനം അടക്കമുള്ള ഒരുപാട് ജനദ്രോഹ നടപടികൾ, ഇതൊക്കെ നടക്കുന്ന സമയത്ത് പാർട്ടിയെ ഏറ്റവും നല്ല പ്രതിബദ്ധതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട്. ആ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഗ്രൂപ്പിനോ മറ്റ് ഭേദചിന്തകൾക്കോ അതീതമായി ഒരുമിച്ച് നിൽക്കുന്നു എന്ന ഒരു വലിയ കാലഘട്ടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. ഈ സന്തോഷം എല്ലാ കാലവും ഉണ്ടാകണം. പിന്നെ കൊല്ലം ജില്ലയിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? എല്ലാം വരുതിയിൽ ഒതുങ്ങും തോന്നുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിന് ഒരുപാട് പരിണതപ്രജ്ഞരായ നേതാക്കന്മാരെ സംഭാവന ചെയ്ത ജില്ലയാണ് നമ്മുടേത്. അപ്പോൾ ഗതകാല പ്രൗഢിയിൽ നിന്ന് ഒരുപാട് പിന്നോക്കം പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ്. ആ കാരണങ്ങൾ പരിശോധിച്ചുകൊണ്ട് പരമാവധി ബൂത്ത് തലം മുതൽ KPCC തലം വരെയുള്ള ഈ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും യോജിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ വിശേഷിച്ചും യുവാക്കൾ ഇന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് താരതമ്യേന അകന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. യുവാക്കളെയും സ്ത്രീകളെയും തൊഴിലാളികളെയും വ്യത്യസ്ത ജീവിതത്തിന്റെ ശ്രേണിയിൽപ്പെട്ടവരെയും കൂടി പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്ത് അത്തരത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. എന്നാലും ഓരോ പ്രശ്നങ്ങൾ ഉടലെടുത്താൽ ഇടപെടേണ്ടി വരില്ലേ? അപ്പോൾ തർക്കങ്ങളും സ്വാഭാവികമായി ഉണ്ടാകില്ലേ? ആരുമായി തർക്കിക്കാൻ ഞാനില്ല, ആരുമായും വാഗ്വാദത്തിനില്ല. എൻ്റെ ഈ കാര്യത്തിലുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷപദം ഞാൻ ഇപ്പോഴും ആലോചിക്കുക. കൊല്ലം SN വനിതാ കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിക്കാൻ വരുമ്പോൾ KSUവിൻ്റെ ഒരു ജില്ലാതല നേതൃയോഗത്തിനാണ് ഞാൻ ആദ്യമായി കൊല്ലം DCCയുടെ പടി ചവിട്ടുന്നത് 87. അന്ന് തൊട്ട് ഇന്ന് വരെ കൊല്ലത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അടുത്തുനിന്നും അകലെ നിന്നും കാണാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ കർമ്മം ചെയ്യുക എന്ന ഏക കാര്യത്തിൽ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ആ എണ്ണ ഞാൻ തേക്കില്ല, നല്ല കാച്ചെണ്ണ തേക്കണത്. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും സഹപ്രവർത്തകർ ഹാപ്പിയാ. അതെ, പ്രത്യേകിച്ച് PC വിഷ്ണുനാഥ് ഫുൾ ഹാപ്പി ആയിരിക്കും. പിന്നെ ഈ പ്രസിഡന്റ് സ്ഥാനം ഒരു വെല്ലുവിളിയായി കാണുന്നുണ്ടോ മാഡം? വെല്ലുവിളികളെ അവസരങ്ങളാക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ പൊതുവേ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഞാനൊക്കെ കൊല്ലം SN കോളേജിൽ SFIയുടെ ഉരുക്കു കോട്ടയിൽ ആ SFIയുടെ ഫാസിസ്റ്റ് ശൈലിക്കെതിരായി പൊരുതി വന്ന ഒരാളെന്ന നിലയിൽ കൊല്ലത്തെ കോൺഗ്രസ്സുകാരുടെയും മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെയും
പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി ആ വെല്ലുവിളി അതിജീവിക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടുകൂടിയാണ് ഈ പദം ഏറ്റെടുക്കുന്നത്. നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. ചർമ്മമർമാണ് ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. അങ്ങനെ കൊല്ലത്തെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ കസേര ഇപ്പോൾ കിട്ടുമെന്ന് കരുതി പാട്ടും പാടിയിരുന്ന വിശ്വനാഥൻ പടിക്ക് പുറത്തായി. പ്രതാപമില്ലാത്ത തമ്പാനും സത്യശീലനും കൊടിക്കുന്നിൽ സുരേഷുമെല്ലാം താണ്ഡവമാടിയെടുത്ത് ഒരു ഐക്കാരിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 2006 ശേഷം ഒരു MLA പോലും കിട്ടാത്ത കൊല്ലത്ത് ബിന്ദു തിരുവാതിര തുടരുമോ അതോ ഉഗ്രരൂപിണിയാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആനവണ്ടി വീണ കുഴിയും സുധാകരൻ കുഴിച്ച കുഴിയും ഇടവേളയ്ക്ക് ശേഷം. അതെ, പോടാന്ന്. ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കയ്യിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഓടിച്ചോളൂ. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയാലും ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ.